ഞായറാഴ്ച അമ്മയുടെ പിറന്നാളായിരുന്നേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു പോണോ വേണ്ടിയോ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് അവസാനം നമ്മൾ തീരുമാനിച്ച് വൈകുന്നേരം എന്തായാലും അമ്മയുടെ അടുത്തൊന്ന് പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു 4:30 ആകുമ്പോൾ ഇറങ്ങി. നല്ല വെയിലായിരുന്നു കേട്ടോ. വൈകുന്നേരം കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അമ്മക്ക് ഗിഫ്റ്റ് വാങ്ങണമല്ലോ. അപ്പോൾ നേരെ ഒരു ടെക്സ്റ്റൈൽസിൽ കയറി അമ്മക്കൊരു ചുരിദാർ വാങ്ങിക്കാമെന്ന് വെച്ച്. അമ്മ ഇപ്പോൾ കുറേ നാളായി ചുരിദാറാണ് ഇടുന്നത്. അപ്പം നോക്കി നമ്മൾ ഈ ഒരു ചുരിദാർ സെലക്ട് ചെയ്തു കേട്ടോ. അതിൻ്റെ ലെങ്ത്തൊക്കെ കൂടുതലായിരുന്നു. അപ്പോൾ താഴെയുള്ള വർക്ക് എടുത്ത് മുകളിലോട്ട് വെക്കാമെന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ അതിനെ പറ്റിയ പാൻറ്റും ഷോളൊക്കെ നോക്കണം. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്ന് എല്ലാം സെറ്റായ സമയത്താണ് ഞാൻ ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. പാൻറ്റും ടോപ്പും ഷോളും എല്ലാം ഒരുമിച്ചുള്ളൊരു സെറ്റ് റെഡിമെയ്ഡ് അടിപൊളി. എനിക്ക് മറ്റേതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇത് വാങ്ങിച്ച്. അപ്പോൾ നമുക്കും ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെ അതും വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് ബേക്കറിയിലേക്കാണ് കേട്ടോ. അങ്ങനെ കേക്ക് വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ. അടിപൊളി ഒരു കേക്കാണ് വാങ്ങിയത് കേട്ടോ. കുറേ നട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി കേക്ക്. അപ്പോൾ അങ്ങനെ കേക്കും ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മക്ക് ശരിക്ക് സർപ്രൈസ് ആക്കാൻ വേണ്ടി പോയത് തന്നെയാണ്. പക്ഷേ അമ്മ സർപ്രൈസ് ആയില്ല. കാരണം അമ്മക്ക് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ടില്ല. അമ്മക്ക് ആ പിറന്നാളിൻ്റെ കാര്യമൊന്നും മറന്നുപോയി. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് അമ്മക്ക് ഓർമ്മ വന്നതെന്ന് അമ്മ പറയുകയും ചെയ്തു. അപ്പോൾ ഇതാ അമ്മ വേഗം മാംഗോ ഷേക്കൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ കുറേ ചായൻ്റെ കടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സമൂസ, വട, പിന്നെ ചിക്കൻ പത്തൽ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ കഴിച്ച് പിന്നെ അടുത്ത പരിപാടിയാണ് കേക്ക് മുറിക്കൽ കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്ക് മുറിക്കാം. നമുക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഭയങ്കര സന്തോഷം. സർപ്രൈസ് ആയില്ല, പക്ഷെ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് വലുത്. അപ്പം അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കുകയാണ് കേട്ടോ. ബർത്ത്ഡേ ഗേൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ കളിയാക്കൊക്കെ ചെയ്തു കേട്ടോ. അപ്പം അങ്ങനെ അമ്മക്ക് കേക്ക് മുറിച്ച് ഞാൻ തന്നെ വായിലൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ കുഞ്ഞുണ്ണീനെ വിളിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞുണ്ണി അവിടെ മാമനെ വീഡിയോ കോൾ ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുണ്ണിക്ക് വരാനും പറ്റുന്നില്ല. ഈ കേക്ക് മുറിയൊക്കെ വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അവസാനം വിളിച്ച് അവൻ വന്നു. അപ്പോൾ ഷർട്ടിൻ്റെ ബട്ടൺസ് ഒന്നും ഇട്ടില്ല. അവിടെ എത്തിയപ്പോൾ തന്നെ ഷർട്ടൊക്കെ അയച്ചിട്ടതാണ് കേട്ടോ. ചൂട് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഷർട്ടൊക്കെ ആ സമയത്ത് എടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കേട്ടോ.